വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് വർക്ക് ആൻഡ് എനർജി പ്രവൃത്തിയും ഊർജ്ജം എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചാപ്റ്റർ ആണ് അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും മറ്റുള്ള ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലെറ്റേഴ്സ് ആക്സസ് വിലയിരുത്താം ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനേ പറ്റുന്നില്ല അല്ലെ, കഴിയുന്നില്ല. ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ലെറ്റേഴ്സ് ആക്സസ് വിലയിരുത്താം ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതില് പ്രവൃത്തി വർക്കിന്റെ സെയിം യൂണിറ്റ് ആർക്കാന്നുള്ളതാണ്. അതാർക്കാ നമുക്ക് കണ്ണടച്ചറിയാം. അത് ഊർജം, എനർജിക്കാണ് അല്ലെ. ചില കുട്ടികൾ തെറ്റിക്കും, പറയും അത് പവറിനൊന്നല്ല അല്ലെ. നമ്മൾ വിചാരിക്കും വർക്ക് പവറോ അതൊക്കെ ഒരു ടീം അല്ലേ. അങ്ങനൊന്നും അല്ല കേട്ടോ, അവരല്ല ടീം. എനർജിയും വർക്കും ആണ് ടീം കേട്ടോ, മാറിപ്പോകരുത്. പവർ വേറെ ആളാണ്. പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ രണ്ടും അതിശ അളവായിട്ടുള്ളത്, രണ്ടും സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. നമുക്കത് കണ്ണടച്ചിട്ട് അറിയാം അല്ലെ. എന്താ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, അതായത് അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന് എന്ത് വേണ്ട, ദിശ പറയേണ്ട ആവശ്യമില്ല. ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫോഴ്സ്, നമ്മളിപ്പോ ഒരു ജ്വല്ലറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സ് അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോൾ ആ ഡോറും എഴുതിയിട്ടുണ്ടാകും പുഷ് പുള്ള് എന്നൊക്കെ അല്ലെ. ചിലപ്പോൾ നമ്മൾ പുഷ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പുള്ള് അല്ലെ ഇങ്ങോട്ട് വലിക്കേണ്ടി വരും. അപ്പം നമ്മൾ ഫോഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ വേണം, എങ്ങോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. അതുപോലെയുള്ള ആൾക്കാരെ, അതായത് ദിശ വേണം എന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് വിളിക്കുന്നത്. ദിശ വേണ്ടാത്ത ആൾക്കാരുണ്ട്. നമ്മുടെ സമയം, നമ്മൾ സമയം ചോദിക്കുമ്പോൾ ആരെങ്കിലും പറയാറുണ്ടോ, ആ വലത്തേക്ക് 6 മണിയായി, ഇപ്പൊ എത്ര സമയം ചേട്ടാ, വലത്തേക്ക് 5 മണി, ഇടത്തേക്ക് 6 മണി, അങ്ങനെ -5 മണി, -10 മണി, അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. ദിശ വേണ്ടാത്ത ആൾക്കാരെയാണ് നമ്മൾ അതിശ അളവുകൾ, അതാണ് ആ ദിശ വേണ്ട സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. മാസ്, ടൈം, ഊർജം, ഓക്കെ, അതൊക്കെ ആ ടീമിലുള്ളതാണ് കേട്ടോ. മാസ് ഒക്കെ പറ്റും, ടൈം ഉണ്ട്, എനർജി ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മൾ ഈ പറയുന്ന അതിശ അളവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊക്കെ സംശയം ഉണ്ടാവും, ഇതെന്താണ്, വെക്റ്റർ ആണ്, സദിശാണ്, പവറോ സ്കെയിലർ ആണ് കേട്ടോ, സ്കെയിലർ ആണ്. പക്ഷെ ഇയാളായി പോയില്ലേ. അപ്പൊ നമുക്ക് രണ്ടും ആകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, രണ്ടും ആകണം എന്നാണ്. സ്പീഡ് സ്കെയിലർ ആണ്, അതിശ അളവാണ്. ആക്സിലറേഷൻ വെക്റ്റർ ആണ്, സദിശ അളവാണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്, സദിശ അളവാണ്. വെലോസിറ്റി വെക്റ്റർ ആണ് കേട്ടോ, സദിശ അളവാണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു ഐഡിയ ഒക്കെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ, ക്വാണ്ടിറ്റീസ്, സദിശം, അതിശം അതൊക്കെ ടീമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചിട്ട് വെക്കുക. അപ്പൊ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇത്ര പഠിച്ചിട്ട് കേട്ടോ. നെക്സ്റ്റ്, അടിസ്ഥാന അളവുകളായിട്ടുള്ള മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവയിലേക്ക് പവറിന്റെ യൂണിറ്റിനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പവറിന്റെ യൂണിറ്റ് എന്താ നമുക്കറിയാം, അതെന്താണ്, വാട്ടാണ് അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് എന്നൊക്കെയുള്ള ബേസിക് യൂണിറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് എഴുതണം. ആക്ച്വലി ഇത് നിങ്ങൾ പക്ക പഠിക്കുന്നത് +1 കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ അതിനൊരു തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പോവാണ്. നമുക്കറിയാം എന്താണ് ചോദ്യം, പവറിനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, പവർ എന്ന് പറഞ്ഞാല് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലോ. അതായത് പ്രവൃത്തി ബൈ സമയം. അതിൽ നമുക്ക് സംശയം ഉണ്ടോ? ഇല്ല. ഈ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, F×S അല്ലേ. അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം ആണല്ലോ, ഡിവൈഡഡ് ബൈ ടൈം. ഇതിൽ വല്ല സംശയം ഉണ്ടോ? ഇല്ല. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലെ, M×A ആണ് അല്ലെ. ഇനി S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്, നമുക്ക് S എന്ന് കൊടുക്കാം, താഴെ ടൈം. ഇനി നമുക്ക് എല്ലാത്തിന്റെയും യൂണിറ്റ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? മാസിന്റെ യൂണിറ്റ് എന്താ നമുക്കറിയാം, കിലോഗ്രാം ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ നമുക്കറിയാം, എന്താണ്, മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. നെക്സ്റ്റ് ആള് സെക്കൻഡ് അല്ലെ. സെക്കൻഡിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ് ആണോ? അല്ല, ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചാണ് അല്ലെ. ഇതെന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. S എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. F×S S ആണ് കേട്ടോ. എസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ ആണ് അല്ലെ, മീറ്റർ ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ ടൈം, ടൈമിന്റെ യൂണിറ്റ് എന്താ, സെക്കൻഡ് ആണ് അല്ലെ. സെറ്റായി കിട്ടിയല്ലോ. നോക്കണേ, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലെ, ഡിവൈഡഡ് ബൈ S² താഴെയാണ് അല്ലെ, ഇൻറ്റു S അല്ലെ. നമുക്ക് താഴെയായിട്ട് എഴുതാൻ പറ്റും കേട്ടോ, ഡിവൈഡഡ് ബൈ അല്ലെ ഉള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും, കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ S² ഇൻറ്റു S ആണ്. അപ്പൊ എന്ത് വരും, S³ എന്ന് വരും. സോ വി ഗോട്ട് ദി ആൻസർ. ഏതാ വരിക, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആണ് അല്ലെ. മനസ്സിലായല്ലോ എങ്ങനെ എഴുതിയത്? നോക്കണ, ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും യൂണിറ്റ്, ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം
അല്ലെ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിന്റെ ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. ഇനി എസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് അല്ലെ, സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ഇനി ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. എല്ലാം കൂടെ ചേർത്തപ്പോൾ വി ഗോട്ട് ദിസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് എഴുതാട്ടോ. അത് +1 നിങ്ങൾ പഠിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പൊ ഇത് സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ചില കുട്ടികൾ വിചാരിക്കും F×S, സിമ്പിൾ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടണിന്റെ സെക്കൻഡ് അങ്ങനെ എഴുതാം. അത് പറ്റൂല കേട്ടോ. അവിടെ അങ്ങനെ ഇല്ല കേട്ടോ. നമ്മൾ അടിസ്ഥാന യൂണിറ്റിലേക്ക് മാറ്റാൻ പറയുമ്പോൾ അവിടെ കിലോഗ്രാമും മീറ്ററും സമയത്തിന്റെ എസ് ഒക്കെ അവിടെ നിർബന്ധമായിട്ടും വേണം. അതാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ. അല്ല, ന്യൂട്ടൺ ഒന്നും ബേസിക് യൂണിറ്റ് അല്ല കേട്ടോ. അപ്പൊ ന്യൂട്ടന്റെ ടേമിലൊന്നും അത് വരാൻ പാടില്ല, ഇവരുടെ ടേമിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊക്കെ സിമ്പിൾ, 1 മാർക്കിന്റെ ചോദ്യമായിട്ടാ വരിക. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഈ 2.4 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിരപ്പായ പ്രതലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ 50 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ 8 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വർക്ക് കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, F×S. ഇവിടെ എഫ് എത്രയാടാ? എഫ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. F×S എത്രയാണ്? എഫ് എന്ന് പറയുമ്പോൾ 50 ന്യൂട്ടൺ ആണ്. സോ 50 ന്യൂട്ടൺ. എസ് എന്ന് പറയുമ്പോൾ അതിനുണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതെത്രയാണ്? 8 ആണ്. സോ 8 മീറ്റർ. സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് വർക്ക് കിട്ടുമല്ലോ. വർക്ക് സമം F×S, അതായത് 50 × 8 അപ്പൊ എത്ര വരും? 8×5 40, ഒരു 0 കൂടെ. അപ്പൊ 400 ജൂൾ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? സോ വി ഗോട്ട് 400 ജൂൾ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി ചില കുട്ടിക്ക് ഡൗട്ട് ഉണ്ടാകും, പിന്നെ വർക്കിന് നമ്മൾ 2 ഇക്വേഷൻ പഠിക്കുന്നുണ്ടല്ലോ. ഇത് ഒരു ഇക്വേഷൻ, മറ്റൊന്നാണ് W = mgh. ഇത് എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? ഉയർത്തുന്ന കേസിൽ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ബോട്ടിലിന്റെ അടപ്പ് നോക്കൂ, ഇത് താഴേക്ക് വീണു. അപ്പൊ ഞാൻ അതിനെ താഴെ നിന്നും ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു അപ്ലൈ സം വർക്ക് അല്ലെ. ഇതുപോലെ ഉയർത്തുന്നത് ഇങ്ങനെ ഹൈറ്റിലൂടെ നമ്മൾ ചെയ്യുന്ന വർക്കുകളെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന ഇക്വേഷൻ ആണ് W = mgh കേട്ടോ. അല്ലാത്ത പക്ഷം ഇങ്ങനെ തള്ളി നിൽക്കുന്നതും നിരപ്പായ പ്രതലങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് W = F×S. മാറിപ്പോകാൻ പാടില്ല കേട്ടോ. നിർബന്ധമായിട്ടും അത് നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഇത് mgh എന്ന് പറയുമ്പോൾ ഉയർത്തുന്ന കേസിൽ, ലിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ കാണുമ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തുവിനെ കപ്പി ഉപയോഗിച്ച് 5 മീറ്റർ ഉയർത്തുന്നതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിനായി അവർ 1020 ജൂൾ പ്രവൃത്തി ചെയ്തുവെങ്കിൽ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നോക്കണേ, ഇവിടെ അവര് 1020 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? 1020 ജൂള് വർക്ക് അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലെ. 1020 ജൂൾ അവര് വർക്ക് ചെയ്തിട്ടുണ്ട്. സെറ്റാണല്ലോ. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. എന്താ ഫസ്റ്റ് ചോദ്യം? ഫസ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. ഫസ്റ്റ് ചോദ്യമാണ്, കപ്പിയുടെ ഘർഷണം പരിഗണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്തായിരിക്കും? കപ്പിയുടെ ഘർഷണം പരിഗണിക്കുന്നില്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ചെയ്ത ടോട്ടൽ വർക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് 1020 ജൂൾ എന്നല്ലേ. ഇനി എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ഘർഷണം ഒന്നും പരിഗണിക്കണം. അതായത് നമ്മൾ ചെയ്ത വർക്കാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? W = mgh ചെയ്താൽ മതി അല്ലെ. നമുക്കറിയുന്ന കാര്യമാണല്ലോ, അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അല്ലെ. ഈ ഒരു മാസിനെ നമ്മൾ ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വർക്കാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ? mgh. മാസ് എത്രയാ? മാസ് നമുക്ക് തന്നിട്ട് എത്രയാണ്? 20 ആണ് അല്ലെ. അപ്പൊ m = എത്രയാണ്? 20. ജി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ജി ഒരു സംശയമില്ല അല്ലെ. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 10 എടുത്തോളൂ. അപ്പൊ G = 10 ആണ്. പിന്നെ ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് നമുക്ക് തന്നിട്ട് എത്രയാണ്? 5 മീറ്റർ ആണ് അല്ലെ. 5 മീറ്റർ. സോ 5 മീറ്റർ. സിമ്പിൾ അല്ലേ. സോ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ 20 × 10 × h എത്രയാടാ? 5. സോ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടടാ? 200 × 5 പറയുമ്പോൾ 1000 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടി. സിമ്പിൾ. അപ്പൊ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ജൂൾ ആണ് അല്ലെ. ഇനി നെക്സ്റ്റ്, കപ്പിയുടെ ഘർഷണത്തിനെതിരായി ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിന് വേണ്ടി നമ്മൾ ചെയ്ത വർക്കിനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? 1020 ജൂളാണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മൾ ചെയ്ത വർക്ക്, അവിടെ ഉണ്ടായിട്ടുള്ള വർക്ക് പ്ലസ് നമ്മൾ ഫ്രിക്ഷന് വേണ്ടി ചെലവാക്കിയ വർക്ക് രണ്ടും കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ടോട്ടൽ എന്ന് പറയുമ്പോൾ 1020 ആണെങ്കിൽ
ഫ്രിക്ഷൻ ഈസി ആയിട്ട് കണ്ടെത്തിക്കൂടെ? കാരണം ഇത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് 1000 ജൂളാണ്. അത് എത്രയായിരിക്കും? 20. ഡൗട്ട് ഉണ്ടോ? ഇല്ല അല്ലെ. ഇത് ടോട്ടൽ 1020 ആണ്. ഇത്രയും 1000 ഉണ്ടെങ്കിൽ ഫ്രിക്ഷന്റെ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 20 ജൂൾ. സിമ്പിൾ, അതിലൊന്നും ഒരു സംശയമല്ല. എത്ര സിമ്പിൾ അല്ലെ. അത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വൈദ്യുത മോട്ടോർ 10 സെക്കൻഡ് കൊണ്ട് 10 സെക്കൻഡ് പ്രവർത്തിച്ചപ്പോൾ 8 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കിൽ 186.5 കിലോ വെള്ളമെത്തി. ഓക്കെ, ജീന്റെ വാല്യൂ ഉണ്ട്. ചോദ്യം ഇതാണ്, ഈ മോട്ടോറിന്റെ പവർ കണ്ടുപിടിക്കുക. പവർ എങ്ങനെ കണ്ടുപിടിക്കുക? വല്ല ഡൗട്ട് ഉണ്ടോ പവറൊക്കെ കണ്ടുപിടിക്കാൻ? പവറൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര സിമ്പിൾ അല്ലേ. പവർ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം അല്ലെ. ക്വസ്റ്റ്യൻ എ ആണ് അല്ലെ, വർക്ക് ബൈ ടൈം. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ. നമുക്കറിയാം, ഈ ഒരു വൈദ്യുത മോട്ടോർ പ്രവർത്തിപ്പിച്ച് താഴെയുള്ള വെള്ളത്തെ ഉയരത്തിലേക്ക് എത്തിക്കുകയാണ്. സോ ഉയരം കൊണ്ടാണ് നമ്മൾ അല്ലെ, ഉയരത്തിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള കേസിൽ W സമം mgh എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അല്ലെ. അപ്പോൾ W സമം mgh അല്ലെ, m ഇൻറ്റു g ഇൻറ്റു h ഡിവൈഡഡ് ബൈ t ചെയ്താൽ സിമ്പിൾ ആയിട്ട് കിട്ടൂലേ? കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. എം നമുക്ക് തന്നിട്ടുണ്ട്. എം എത്രയാണ്? 186.5 കിലോ ആണ്. ജി നമ്മുടെ കയ്യിലുണ്ട്, അത് 10 ആണ്. പിന്നെന്താ ഉള്ളത്? ഹൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്, 8 മീറ്റർ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കിക്കൂടെ? ചെയ്ത് നോക്കാലോ. സോ എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 186.5 ഇൻറ്റു 10 ഇൻറ്റു 8. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? ചെയ്ത് നോക്കണം. 186.5 ഇൻറ്റു 8 അല്ലെ. അപ്പൊ എത്ര വരും? ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ കണ്ടെത്തണം കേട്ടോ. ഓക്കെ, അപ്പൊ എത്ര വരും മക്കളെ? എത്ര വരും? നമുക്ക് എത്ര വരും? അപ്പൊ എത്ര വരും? എത്ര വരൂടാ? എത്ര വരും? ചെയ്ത് നോക്കാം. അതാ ഇത്രയും ജൂളാണ് നമുക്ക് ഇവിടെയുള്ള വർക്ക് വരെ അല്ലെ. ഇവിടെയുള്ള വർക്ക് ഇതാ ഇത്രയും ജൂളാണ് നമുക്ക് കിട്ടാം. വർക്ക് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ പവർ കണ്ടുപിടിക്കണം. പവർ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം അല്ലെ. വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത്രയും നമുക്ക് കിട്ടിയില്ലേ. അതിനെന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സമയം എത്രയാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്? നോക്കണേ, 10 സെക്കൻഡ് സമയമാണ്. സോ സിമ്പിൾ അല്ലേ. സോ 10 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എത്ര കിട്ടും? 1492 വാട്ട്. ഇതാണ് അവിടെയുള്ള പവർ എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോട്ടോറിന്റെ പവർ കുതിര ശക്തിയിലേക്ക്, ഹോഴ്സ് പവറിലേക്ക് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ പവർ വാട്ടിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. വാട്ടിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാല്? നമ്മുടെ മോട്ടോർ ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ മിക്സി, നമ്മളുടെ ഫ്രിഡ്ജ്, ഇതിന്റെയൊക്കെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പവർ എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ പവറൊക്കെ സാധാരണ അതാ ഇങ്ങനെ അത്ര പവറിലാണ്, വാട്ടിലാണ് എഴുതിയിട്ടുണ്ടാവുക, വാട്ടില്. എന്നാൽ വളരെ ഹൈ പവർ വേണ്ട സാധനമാണല്ലേ ഇലക്ട്രിക് മോട്ടോർ എന്നൊക്കെ പറഞ്ഞാല്. കാരണം എന്താ? താഴെയുള്ള വെള്ളത്തിനെ നമ്മളെ വീടിന്റെ മുകളിലേക്ക് എത്തിക്കുകയാണല്ലേ. പൊട്ടൻഷ്യൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത്രയും വർക്ക് ചെയ്യുന്ന ഈ ഒരു സാധനത്തിന് ഭയങ്കര പവർ ആയിരിക്കും. പവർ കൂടിയ സാധനങ്ങൾക്ക് നമ്മള് വാട്ടിന് പകരം HP ഹോഴ്സ് പവറിലാണ് എക്സ്പ്രസ് ചെയ്യുക. സോ ഈ വാട്ടും ഹോഴ്സ് പവറും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 HP is equal to 746 വാട്ട്. സെറ്റല്ലേ? സോ മനസ്സിലാക്കി വെക്കുക. HP യെ വാട്ടിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 746 ചെയ്യണം. ഇൻറ്റു 746. ഇനി വാട്ടിനെ തിരിച്ച് HP യിലാക്കുകയാണെങ്കിലോ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 746 നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതെന്താണ്? ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസറിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തുകൂടെ? എത്ര സിമ്പിളാ. നമുക്ക് കിട്ടിയ ആൻസർ എത്തായിരുന്നു 1492 അല്ലെ. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? അതിനെന്ത് ചെയ്യണം? നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? ഇത്രയും വാട്ടിനെ എങ്ങോട്ട് മാറ്റാണ്? HP യിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 746 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതിന്റെ ഇരട്ടി അല്ലേടാ കറക്റ്റ് വരുന്നത്. ഇവിടെ 12. ഓക്കെ, ഇരട്ടിയാണ് കറക്റ്റ് വരുന്നത്. സോ വി ഗോട്ട് 2 HP, 2 ഹോഴ്സ് പവർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര സിമ്പിളാ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, മോട്ടോറിന്റെ പവർ പകുതിയായി കുറഞ്ഞാൽ ഇതേ അളവ് വെള്ളം നിറക്കാൻ എത്ര സമയം എടുക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മാക്സിമം 1 മാർക്കിനാണ് നിങ്ങളോട് ചോദിക്കുക. ഒറ്റ കാര്യം മനസ്സിലാക്കുക, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. എന്താണ്? വർക്ക് ബൈ ടൈം ആണ്. അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? പവർ പകുതിയാക്കിയാൽ ഇത്ര വെള്ളം അല്ലെ, ഇത്ര വെള്ളം പൊക്കാൻ വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കും? ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്ര വെള്ളം, ഇതേ അളവ് വെള്ളമാണ് അവിടെ ഉള്ളത്, ഇതേ ഹൈറ്റ് തന്നെയാണ്. അപ്പൊ അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്? സെയിം ആണ് അല്ലെ. വർക്ക് സെയിം ആണല്ലോ.
കാരണം സെയിം എമൗണ്ട് ഓഫ് വെള്ളത്തെയാണ്, അതും സെയിം ഹൈറ്റിലാണ് നമ്മൾ ഉയർത്തുന്നത്. വർക്ക് എല്ലായിടത്തും ചെയ്യേണ്ടത്, ഇനി പവർ പകുതിയാക്കിയാലും ടൈം കൂട്ടേ കുറയ്ക്കുക എന്ത് ചെയ്താലും ആ ചെയ്യേണ്ട വർക്ക് എപ്പോഴും എന്താണ്, സെയിം ആണ്. അത് ആര് ചെയ്താലും വർക്ക് സെയിം ആണ്. ശരിയാണല്ലോ? റെഡി. അപ്പൊ ഇവിടെ പറയാണ് പവർ പകുതിയാക്കുക, ഇതിലൊരു മാറ്റമല്ല. അപ്പൊ ഇതിൽ നമ്മൾ കോംപ്രമൈസ് വരുത്തുന്നുണ്ട് അല്ലേ. ഇത് പകുതിയാക്കുമ്പോൾ, പവർ പകുതിയാക്കുമ്പോൾ ഇതെന്താകും, ഇവർ ഓപ്പോസിറ്റ് ആണ് അല്ലെ. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടും മറ്റാൾ കുറയും. ഇയാൾ പകുതിയാകണമെങ്കിൽ മറ്റാൾ ഇരട്ടിയാവും. അപ്പൊ എന്ത് ചെയ്യും, പവർ പകുതിയാകുമ്പോൾ ടൈം എന്താകും, ഇരട്ടിയാകും. അത് വർക്കിൽ യാതൊരു കോംപ്രമൈസും വരാത്തത് കൊണ്ടാണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. വർക്ക് ഈസ് എ കോൺസ്റ്റന്റ് ഹിയർ. സോ അതുകൊണ്ടാണ് പവർ പകുതിയാക്കിയപ്പോൾ സമയം നമ്മൾ ഇരട്ടിയാക്കുന്നത്. നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും അല്ലെ. നമ്മളെ കയ്യിൽ നല്ല പവർ ഉള്ള ഒരു മോട്ടർ ഉണ്ട്. ഏതോ രാജാന ബാഹുബലി കാലത്ത് ഏതോ ഒരു ലൊട്ടാപ്പി മോട്ടർ നമ്മളെ കയ്യിലുണ്ട്. അവളെ പുതിയ മോട്ടറിൽ നമ്മൾ വെള്ളം അടിക്കുമ്പോൾ പെട്ടെന്ന് അല്ലെ വെള്ളം നിറയാറും അല്ലേ. വെള്ളം നിറയും. പഴയ മോട്ടറിലാണെങ്കിൽ കുറേ സമയമെടുത്ത് അത്രേ ഉള്ളൂ. ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ലോജിക്ക് വെച്ചിട്ട് ആൻസർ ചെയ്താ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു വസ്തുവിന്റെ മാസ് 4 കിലോ ആണ്. ആയിക്കോട്ടെ, ചോദ്യം ഇതാണ്, ഈ വസ്തുവിൽ കിഴക്കു ഭാഗത്തേക്ക്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിചാരിക്കും ഇതൊന്നും എന്നെ കൊണ്ട് ആകൂല, എന്താണിത്, ജീവിതം ഭൂമി പിളർന്ന് താഴത്തേക്ക് പോയാൽ മതി എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം നിങ്ങൾ വിചാരിക്കും ഇതപ്പോ എന്നൊക്കെ പറയില്ലേ, അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 9ാം ക്ലാസ്സിൽ കുട്ടിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അപമാനിക്കുന്നതിന് തുല്യാന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനത്തെ ഒരു ചോദ്യമാണ് ഇവിടെ അത് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഒരു വസ്തുവിന്റെ മാസ് 4 കിലോ ആണ്. ആയിക്കോട്ടെ, ഈ വസ്തുവിന്റെ കിഴക്കു ഭാഗത്തേക്ക് 3 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ എന്തൊക്കെയായി നമ്മൾ കേൾക്കുന്നേ. സോ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ. അതിന് ആദ്യം എന്ത് ചെയ്യണം, കിഴക്കും വടക്കും പടിഞ്ഞാറും തെക്കൊക്കെ എവിടെ, ന്യൂസ് അല്ലെ, ന്യൂസ് എന്ന് പഠിച്ചിട്ടില്ലേ നിങ്ങൾ, ഇതാണ് NEWS. മലയാളത്തിലാണെങ്കിൽ പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക്. ഇത്ര അറിയില്ലേ? അറിയാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു വസ്തുവിന്റെ മാസ് 4 കിലോ. ആയിക്കോട്ടെ, ഈ വസ്തുവിൽ കിഴക്കു ഭാഗത്തേക്ക് 3 ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ആ ദിശയിൽ 6 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി. കിഴക്ക് ഭാഗത്തേക്ക് അല്ലെ, ഈസ്റ്റിലേക്ക് പ്രയോഗിച്ചപ്പോൾ 6 മീറ്റർ സ്ഥാനാന്തരം ആർക്കുണ്ടായി, ആ വസ്തുവിന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് എന്താണ്, തുടർന്ന് ഇതേ അളവ് ബലം, അതായത് 3 ന്യൂട്ടൺ തന്നെ തെക്കു ഭാഗത്തേക്ക് തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ആ ദിശയിൽ 5 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട് അല്ലെ. സൗത്തിലേക്കാണെങ്കിൽ എത്ര മീറ്റർ ഉണ്ടായിട്ടുള്ളത്, 5 മീറ്റർ ആണ്. ഓക്കെ, അതിന് നമുക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ വെൻ ദ ഒബ്ജക്ട് ഇസ് മൂവ് ടുവേർഡ്സ് സൗത്ത്. തെക്കിലേക്ക് ചലിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുക. ഭയങ്കര സിമ്പിൾ ആണ്. എങ്ങനെയാ വർക്ക് കണ്ടുപിടിക്കുക? വർക്ക് സമം F×S. എന്റെ മക്കളെ വളരെ സിമ്പിൾ അല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്, 3 ആണ് അല്ലെ. അപ്പൊ 3 × S എത്രയാണ്, തെക്ക് ഭാഗത്തേക്കാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മാത്രം ഉണ്ടായിട്ടുള്ളത്, 5 മീറ്റർ മാത്രമാണ് അല്ലെ. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടി നമ്മൾ വിചാരിക്കും ഇതെന്തെങ്കിലും ട്വിസ്റ്റഡ് ആക്കാരം, അപ്പൊ ടോട്ടൽ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കര സിമ്പിൾ ജനറൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പൊ 3 × അവിടെ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്, 5 ആണ്. സോ വി ഗോട്ട് 15 ജൂൾ. മാറിപ്പോവരുത് കേട്ടോ, വർക്കാണ്. ഒരു വാട്ട് നമ്മൾ എഴുതിക്കരുത് കേട്ടോ. W വാട്ട്, W പറയുമ്പോൾ വർക്കാണ് ഇവിടെ കേട്ടോ. പവറിന്റെ കേസിലാണ് W വാട്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ടോട്ടൽ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജക്ട്. ഈ ഒബ്ജക്റ്റില്, വസ്തുവില് നമ്മൾ ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രവൃത്തി, അതൊക്കെ നമുക്ക് സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം ആ വസ്തുവിനെ ഇടങ്ങാറാക്കുക വേണ്ടി കിഴക്ക് കൊണ്ടുപോയി, പിന്നെ എന്ത് ചെയ്തു, നമ്മൾ തെക്കോട്ട് കൊണ്ടുപോയി. അപ്പൊ മൊത്തം നമ്മൾ ആ വസ്തുവിൽ ചെയ്ത വർക്ക് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ തെക്കിലേക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് 15 ജൂളാണ്. ഇനി നമ്മൾ ഇവിടേക്കും കൂടെ ഉള്ള കണ്ടുപിടിക്കണം. എത്രയാണ്, അവിടെയുള്ള വർക്ക് കണ്ടുപിടിക്കണം അല്ലെ. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക, വർക്ക് F×S. അവിടെ ചെയ്തിരിക്കുന്ന ഫോഴ്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്, 3 ആണ് അല്ലെ. അവിടെ ഉണ്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അതാണ് S, അത് 6 ആണ്. സോ വി ഗോട്ട് 18. സോ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു കിഴക്ക് ചെയ്ത വർക്ക് പ്ലസ് തെക്കിലേക്ക് ചെയ്ത വർക്ക്, രണ്ടും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും, 18 + 15 എത്ര കിട്ടും, 15 15 30, ബാക്കി 3. സോ 33 ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത്ര സിമ്പിൾ ആണ് ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വസ്തുവിനെ കുത്തനെ മുകളിലേക്ക് എറിയാണ്. ഞാൻ ഈ വസ്തുവിനെ മുകളിലേക്ക് എറിയാണ്. ഓക്കെ, കാണുന്നില്ല അല്ലെ. ഓക്കെ, ഇവിടെ നിന്ന് അറിയാം. ഞാൻ ഈ വസ്തുവിനെ മുകളിലേക്ക് എറിയുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഇവിടെ കേട്ടോ,
മനസ്സിലാക്കി വെക്കണേ. ഒരു വസ്തുവിനെ, ഇതാണ് ഒരു കല്ല്, ഈ കല്ലിന് ഞാൻ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് എറിയാണ്. ഓക്കെ, പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഈ കല്ലിന് ഞാൻ മുകളിലേക്ക് എറിയുമ്പോൾ എന്താ സംഭവിക്കുക? അത് മുകളിലേക്ക് പോകും അല്ലേ? അതിന്റെ വെലോസിറ്റിയിൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് മുകളിലേക്ക് എറിയുമ്പോൾ ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇത് താഴത്ത് കിടാൻ ഞാൻ ഒരു എഫേർട്ട് ഇടണ്ട അല്ലെ? എങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ മുകളിലേക്കാണ് ഇങ്ങനെ വിളിച്ചാൽ മതിയോ? പോരാ, നല്ല ഫോഴ്സ് മുകളിലേക്ക് അപ്ലൈ ചെയ്യണം അല്ലെ? മുകളിലേക്ക് ഇങ്ങനെ ഫോഴ്സ് കൊടുക്കണം. സോ നമ്മൾ എറിയുന്ന സമയത്ത് നല്ല വെലോസിറ്റി, നല്ല സ്പീഡിൽ എറിയണം അല്ലെ? നല്ല സ്പീഡിൽ എറിയുന്നു, മുകളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അതിന്റെ സ്പീഡ് കുറഞ്ഞു 0 ആയിട്ട് താഴത്തേക്ക് തന്നെ തിരിച്ചു വരും അല്ലെ? എങ്ങനെ താഴത്തേക്ക് വരുന്നത്? മുകളിലെത്തിയിട്ട് പിന്നെ അതിന് പോകാൻ പറ്റുന്നില്ല, കാരണം അതിന് സ്പീഡ് കുറയാണ്. അപ്പൊ മുകളിലെത്തി ടോപ്പിലെത്തുമ്പോൾ സ്പീഡ് 0 ആയിട്ട് താഴത്തേക്ക് തിരിച്ചു വരും. സോ മുകളിലേക്ക് പോകും തോറും സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. ആസ് ഇറ്റ് മൂവ്സ് അപ്വേർഡ്, മുകളിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുക? സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും മക്കളെ? ഡിക്രീസസ്, കുറയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ടൈം കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറയുകയാണ് കല്ല് മുകളിലേക്ക് ഇടുമ്പോൾ അല്ലെ? ഇനി കല്ല് താഴേക്കാണെങ്കിൽ എന്താ അവസ്ഥ? കല്ല് താഴേക്കാണെങ്കിൽ നമുക്കറിയാം ടോപ്പിൽ എന്താ വെലോസിറ്റി? 0 ആണ് അല്ലെ? 0 താഴത്തേക്ക് വരുമ്പോൾ കൂടി മാക്സിമം ആവും കേട്ടോ. അപ്പൊ രണ്ടിന്റെയും കേസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലെ? ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതില് ഈ കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ എന്നതുമായി ബന്ധപ്പെട്ട ശരിയായ ഗ്രാഫ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഗതികോർജം, പൊട്ടൻഷ്യൽ എനർജി റിലേറ്റഡ് ആയിട്ടാണ് ഗ്രാഫ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റെഡി? സോ മക്കൾ മനസ്സിലാക്കി വെക്കണം, ഹൈറ്റിലേക്ക് പോകും തോറും ആസ് ഹൈറ്റ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്, ഹൈറ്റ് കൂടുമ്പോൾ സ്പീഡ്, പ്രവേഗം കുറയുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആസ് ഹൈറ്റ് ഇൻക്രീസസ് വെലോസിറ്റി ഡിക്രീസസ്. സെറ്റാണല്ലോ? ആ ഒരു സംഭവം മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇവിടെയാണ് ഹൈറ്റ് കൂടുക. നമ്മൾ ഹൈറ്റ് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഡൗട്ടുള്ള കുട്ടികൾക്ക് ഞാൻ 1 2 3 4 5 6 അല്ലെ? 6 മീറ്റർ ആണ് കേട്ടോ. അത് 6 മീറ്റർ ഹൈറ്റിലേക്കാണ്. അപ്പൊ എന്താ കൈനറ്റിക് എനർജിന്റെ അവസ്ഥ നോക്കണേ. കൈനറ്റിക് എനർജി നോക്കണേ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വെറുതെ ഞാനൊരു വാല്യൂ കൊടുക്കാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 10 20 30 40 50 അങ്ങനെ എഴുതി കൊടുക്കാണ്. സോ നോക്കാം മക്കളെ, ഒന്നാമത്തെ മീറ്ററിൽ എത്രയാണ് നമ്മുടെ കൈനറ്റിക് എനർജി നോക്കണേ. ഒന്നാമത്തെ മീറ്ററിൽ നോക്കണേ, നമ്മുടെ കൈനറ്റിക് എനർജി എത്രയാണ്? ഏകദേശം എത്രയുണ്ട്? 40 ഉണ്ട് അല്ലെ? ഇനി രണ്ടാമത്തെ കേസിൽ എന്താണ് കൈനറ്റിക് എനർജി നോക്കണേ? 20 40 ആയിട്ടുണ്ട് അല്ലെ? നമുക്ക് മൂന്നാമത്തെ മീറ്ററില് 30. അങ്ങനെ നോക്കണേ, ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജി കുറഞ്ഞു വരികയാണ്. ഹൈറ്റ് കൂടുന്നോറും കൈനറ്റിക് എനർജി കുറയുക, വെലോസിറ്റി കുറയുമ്പോഴാണ് കൈനറ്റിക് എനർജി കുറയുക. കാരണം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 12 mv². മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൈനറ്റിക് എനർജിനെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു ചോദിച്ചാൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. ഹൈറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൈനറ്റിക് എനർജി കുറയണം. കാരണം വെലോസിറ്റി മുകളിലേക്ക് പോകുന്നോറും കുറയാണ്. സോ മുകളിലേക്ക് പോകുന്നോറും കല്ലിന്റെ കേസിൽ കൈനറ്റിക് എനർജി കുറയും. സോ കൈനറ്റിക് എനർജി കുറയുന്ന ഗ്രാഫാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. സോ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ എടുത്ത ഗ്രാഫ് അങ്ങനെ തന്നെയാണ് അല്ലെ? അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ഇനി ഇത് ചിലർ ഇതൊക്കെ കൊടുക്കുക, അതിന്റെ കാര്യം എന്താ? തെറ്റാണത്, മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഹൈറ്റ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത് നോക്കണേ. 1 2 3 4 ഞാൻ ഹൈറ്റ് എടുക്കാണ്. ഇവിടെ ഒരു നമുക്ക് കുറച്ച് 10 20 30 40 അങ്ങനെയൊക്കെ എടുക്കാൻ വിചാരിച്ചോ. സോ നോക്കണം മക്കളെ, ഒന്നാമത്തെ മീറ്ററിൽ നോക്കണേ കൈനറ്റിക് എനർജി എത്രയാണ്? ഏകദേശം അല്ലെ 10 റേഞ്ചിലൊക്കെ വരും. ഇനി രണ്ടാമത്തെ മീറ്ററിൽ നോക്കണേ 20, മൂന്നാമത്തേൽ 40. അങ്ങനെ ഹൈറ്റ് കൂടുന്തോറും കൈനറ്റിക് എനർജി കൂടി വരികയാണ്. കൂടാൻ പറ്റുമോ? പറ്റില്ല. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? As height increases, velocity decreases, so the kinetic energy decreases. So the option A അല്ലെങ്കിൽ the graph A is the right answer. മനസ്സിലാക്കി വെക്കണം കേട്ടോ, മാറിപ്പോവരുത്. ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. മനസ്സിലാക്കുക എന്താണ്? മുകളിലേക്ക് പോകുന്നവർ വെലോസിറ്റി കുറയുന്നു, കൈനറ്റിക് എനർജി കുറയുന്നു. അപ്പൊ ആ ഗ്രാഫ് വേണം നിങ്ങൾ പിക്ക് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മോനെ ഞാൻ 9ാം ക്ലാസ്സിന്റെ പഠിപ്പ് നിർത്താം, അങ്ങനെ വരെ ചിന്തിക്കേണ്ട കുട്ടികളുണ്ട് ഇതില്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യം. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. ചന്ദ്രയാൻ 3യിലെ വിക്രം എന്ന ലാൻഡർ മൊഡ്യൂളിന് 1752 കിലോ മാസ് ഉണ്ട്. ആയിക്കോട്ടെ, ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. ചന്ദ്രോപരിതലത്തിൽ നിന്നും, അതായത് what will be the potential energy when it reaches a maximum height of 100 meter from the lunar surface? lunar surface എന്ന് പറയുമ്പോൾ
മൂണിന്റെ സർഫസ് എന്നാട്ടോ. അതാണ് അത് ലൂണാർ സർഫസ് എന്ന് കാണുമ്പോൾ എന്താണ് അന്തം വിട്ട് നിൽക്കരുത്. മൂണിന്റെ സർഫസ് കേട്ടോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? ഭയങ്കര സിമ്പിൾ. അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരാളെ ആവശ്യമേ നമുക്കില്ല. സിമ്പിൾ ആണല്ലോ. അപ്പൊ നോക്കാം നമുക്ക്. നമ്മളോട് ചന്ദ്രയാൻ 3 വിക്രം എന്ന ലാൻഡർ മൊഡ്യൂളിന് 1752 കിലോ മാസ് ഉണ്ട്. ഓക്കെ, ചന്ദ്രോപരിതലത്തിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലുള്ള അവസരത്തില് ഇതിന്റെ സ്ഥിതികോർജം എത്ര? എങ്ങനെയാ സ്ഥിതികോർജം കണ്ടെത്തുക? mgh അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ പറയും EP, പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം. അപ്പൊ മാസ് നമുക്ക് തന്നിട്ടുണ്ട് 1752 ആണ് അല്ലെ. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ചന്ദ്രൻ, ഇതാണ് നമ്മൾ ഈ പറയുന്ന ചന്ദ്രയാൻ 3ന്റെ അല്ലെ, നമ്മുടെ ഈ പറയുന്ന ലാൻഡർ മൊഡ്യൂൾ ഇതാണ് കേട്ടോ. ഈ പിങ്ക് കളറാണ്. ഓക്കെ, ഇത് എത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത്? 100 മീറ്ററിലാണ് അല്ലെ. ഇതിന്റെ മാസ് എത്രയാണ്? 1752 കിലോ ഉണ്ട്. ഓക്കെ, ഇതെവിടെയാണ്? മൂണിലാണ്. ഈ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് ചോദിക്കുന്നത്. സോ ജി നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, 10 അല്ലെങ്കിൽ വേണ്ട 9.8 മീറ്റർ ബൈ സെക്കൻഡ്. എൻ്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഈ 9.8 എന്നൊക്കെ പറയുന്ന ആരുടെയാണ്? 10 എന്ന് പറയുന്നത് 10 നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടി തരുന്നുണ്ട്. 10 എന്ന് ആക്ച്വലി 9.8 ആണ്. ആ വാല്യൂ ആരതാ? അത് ഭൂമിന്റെയാണ്, അതായത് ചന്ദ്രന്റെ അല്ല. ഇത് ചന്ദ്രനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രനിലെ ജി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 1.62 ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ 1.6 തന്നിരിക്കുന്നത്. ഇനി തന്നിട്ടില്ലെങ്കിൽ വെറുതെ മെയിൻ ആകുമ്പോഴേ 62 എടുത്ത് ചെയ്യരുത്. 6 എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റും. അപ്പൊ 62 എടുത്ത് ചെയ്യരുത് കേട്ടോ. അപ്പൊ 6 മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണത്? ഹൈറ്റ് എത്രയാണ്? 100 മീറ്റർ ആണ്. എൻ്റെ മോനെ, ഇതൊക്കെ എത്ര സിമ്പിളാ അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. EP is equal to mgh, that is equal to 1752 into എത്ര വരും? G 1.6 into 100. നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. വളരെ സിമ്പിൾ അല്ലെ, വളരെ സിമ്പിൾ. 1752 ഇൻറ്റു ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര വരും? 16 × 10 160 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ഏകദേശം എത്ര വരും? ചെയ്യണം 6 × 12. ഓക്കെ, 12 ബാക്കി 1 വീണ്ടും എന്ത് വരും? 5 6 30 32 അല്ലെ. ഇങ്ങനെയാണ്, ഇത്രയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഇത്രയും ജൂളാണ് നിങ്ങൾക്ക് ഇവിടെ വർക്കായിട്ട് കിട്ടുക കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഇതാണ് നിങ്ങളുടെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി, അതായത് സ്ഥിതികോർജം എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് സ്ഥിതികോർജം? സെറ്റ് അല്ലേ? സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ വിക്രം മൊഡ്യൂൾ ഭൗമോപരിതലത്തിൽ നിന്ന്, അതായത് ഈ പറയപ്പെടുന്ന അതേ സാധനം നമ്മള് ഭൂമിയിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലാണെങ്കിൽ അതിനുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്ര? സിമ്പിൾ ആണല്ലോ. ഇവിടെ അത് ഭൂമിയാണ്. ഇതെവിടെയാ നിൽക്കുന്നത്? ഭൂമിന്റെ മുകളിലാണ്, 100 മീറ്റർ ഉയരത്തിലാണ്. അപ്പൊ നമുക്ക് അവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. mgh, m എന്ന് പറയുമ്പോ 1752, g എന്ന് പറയുമ്പോ 10. എത്രയാ ഹൈറ്റ്? 100. സിമ്പിൾ കണ്ടെത്തിക്കൂടെ? ഇത് ഭയങ്കര സിമ്പിളാ അല്ലെ. എല്ലാ പൂജിട്ടെടുത്ത് അത് ഇങ്ങനെയൊക്കെ വേണം ശരിക്കും അല്ലെ, ഇങ്ങനെയൊക്കെ വേണം ശരിക്കും പറഞ്ഞാല്. അപ്പൊ എത്ര കിട്ടും? ഇത്രയും വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. സിമ്പിൾ ആണല്ലോ, വളരെ സിമ്പിൾ ആണെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സോ വി ഗോട്ട് ദി ആൻസർ. എത്രയാണ്? കറക്റ്റ് ആൻസർ കിട്ടി ഇല്ലേ. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, സെറ്റ്. Next question. A person of mass 80 kilogram is standing on a suspended platform of mass 170 kilo. ഓക്കെ, മലയാളം വായിച്ചോക്കെ. എന്താണ്? ഒരു പ്ലാറ്റ്ഫോമിന്റെ പുറം ചുമരിന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ പോണ ബസ്സിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് വലിയ ബിൽഡിങ്സിന്റെ ഒക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി എന്തോ ഒരു സാധനത്തും ഇങ്ങനെ അവരിങ്ങനെ ഒരു സെറ്റപ്പിൽ മരത്തിന്റെ കുറെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടാവില്ല. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അപ്പൊ പുറം ചുമരിന്റെ പെയിന്റ് അടിക്കാനായി 80 കിലോ മാസുള്ള ഒരാൾ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ജോലികളൊക്കെ കാണുമ്പോഴേ ശരിക്കും നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും അല്ലെ, നമുക്ക് വിഷമം വരും അല്ലെ. അപ്പൊ നമ്മളെ കൂട്ടത്തിലാണ് നമ്മൾ അച്ഛന്മാരായാലും നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഇതേ ജോലി എടുക്കുന്ന ആൾക്കാർ. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് അല്ലെ. പക്ഷെ റിസ്ക് ഭയങ്കരമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്,
മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾക്ക് ഈ ഒരു ജോലിയൊക്കെ ചിലപ്പോൾ പാഷൻ്റെ പുറത്തൊക്കെ ചെയ്യുന്നവരുണ്ടാവും അല്ലെ, ചിലപ്പോൾ ജീവൻ പണയം കൊടുത്ത് നമ്മൾ കുടുംബം പോറ്റണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഈ ജോലിയിലുണ്ട്. അപ്പം അതൊക്കെ ആ ഒരു റിസ്ക് ഉണ്ടല്ലോ. ഞാൻ ആലോചിക്കപ്പോൾ എൻ്റെ ആരെങ്കിലും ആണ് ഞാൻ ആ കാണുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ തകർന്നു പോകും അല്ലേ. നമ്മുടെ അച്ഛന്മാരൊക്കെയാണ് അങ്ങനെ നിൽക്കുന്നതെങ്കിൽ നമ്മൾ തകർന്നു പോകും, നമ്മൾ ഇല്ലാതായി പോകും. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം അല്ലേ കുറച്ച് റിസ്ക് കുറഞ്ഞ പണികൾ ഇതുപോലെ റിസ്ക് എടുക്കരുത് കേട്ടോ. അത് എനിക്ക് പേടിയാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ലൊരു ജോലി നമ്മൾ നേടുക കേട്ടോ. ഒരു എന്താ പറയുക സ്ഥിരമായിട്ടുള്ള നല്ലൊരു ഇൻകം ഒക്കെ ഉള്ള ഒരു സേഫ് ആയിട്ടുള്ള ഒരു ജോലി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ആഗ്രഹിക്കണം. നമുക്കത് കിട്ടും, എല്ലാവർക്കും കിട്ടുന്നതല്ലേ. അപ്പം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുക, നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, 80 കിലോ മാസുള്ള ഒരാൾ തൂക്കിയിട്ട് പ്ലാറ്റ്ഫോമിൽ ഉയർത്തി നിൽക്കുന്നു. ഓക്കെ, പ്ലാറ്റ്ഫോമിന്റെ മാസ് 170 കിലോ ഉണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ. അതായത് നമ്മൾക്കറിയാലേ പെയിന്റ് അടിക്കാൻ വേണ്ടി വലിയൊരു ബിൽഡിംഗ് ആണ്. ഈ വലിയൊരു ബിൽഡിങ്ങിന്റെ 3ാമത്തെ നിലയാണ് കേട്ടോ പെയിന്റ് അടിക്കുന്നത് വിചാരിച്ചോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എന്തുണ്ട്, ഒരാൾ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ട് നിങ്ങടാ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാള് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇയാളുടെ മാസ് എത്രയാണ്, 80 കിലോ ആണ്. പ്ലാറ്റ്ഫോമിന്റെ മാസ് 170 കിലോ ആണ് കേട്ടോ. 170 കിലോ ആണ് ഈ പ്ലാറ്റ്ഫോമിന്റെ മാസ്. ഓക്കെ, അയാൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെയും തറനിരപ്പിൽ നിന്ന് ഉയരത്തിലെത്തിക്കാൻ മോട്ടോർ ചെയ്ത പ്രവൃത്തിയുടെ അളവ് 150 കിലോ ജൂൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വർക്കാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 150 കിലോ ജൂൾ. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക, കിലോ ജൂളിനെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ജൂളിലേക്ക് മാറ്റിക്കോ. സോ എത്ര വരും, 150 കണ്ട് കിലോ എന്ന് പറയുമ്പോൾ 1000. നമ്മൾ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറയാറുണ്ട് അല്ലെ, 1K 1000 സബ്സ്ക്രൈബ്, 2K 2000, 3K അല്ലെ. ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സ് ഒക്കെ പറയുമ്പോൾ 10,000 ഉണ്ടെങ്കിൽ 10K. അപ്പോൾ ഒരു K എന്ന് പറയുന്നത് 1000 എന്നാണ്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ K എന്ന് പറയുമ്പോൾ 1000 ഇട്ട് കൊടുക്കുക, 030, അത്രേ ഉള്ളൂ. അത്രയും ജൂളാണ്. ഓക്കെ, എങ്കിൽ പ്ലാറ്റ്ഫോം എത്ര ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? എൻ്റെ മോന് നേരത്തൊക്കെ എന്തായിരുന്നു, മാസും ഹൈറ്റും ഒക്കെ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കലായിരുന്നു പണി, വർക്ക് കണ്ടുപിടിക്കലായിരുന്നു പണി അല്ലേ. അതല്ല, ഇത് വർക്ക് തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും ഹൈറ്റ് കണ്ടുപിടിക്കാൻ. എൻ്റെ മോനെ ഭയങ്കര സിമ്പിളാണ് സംഭവം. മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർ രണ്ടാൻ്റെ മാസ് കൂട്ടണം കേട്ടോ. ഇയാളുടെ മാസും കൂട്ടണം, പിന്നെ ഈ പ്ലാറ്റ്ഫോമിന്റെ മാസം കൂടി. അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുക. ആ സിസ്റ്റത്തിന്റെ മാസം നോക്കണം, അല്ലാതെ നമ്മൾ വെറും ആളത് മാത്രം കൺസിഡർ ചെയ്യരുത്. കാരണം ഇവർ രണ്ടുപേരും എന്താണ്, എത്രയോ ഉയരത്തിലാണ് അല്ലെ, നിലത്ത് നിന്നും എത്ര ഉയരത്തിലാണ്. പ്ലാറ്റ്ഫോമും ഉണ്ട്, ഇതുണ്ട് കേട്ടോ. പ്ലാറ്റ്ഫോമും ആളും രണ്ടും കൂടി ചേർത്തിട്ട് കേട്ടോ, പലകയും അയാളും. ഓക്കെ, അപ്പൊ എത്ര വരും, 170 + 80. എത്ര വരും, 170 + 80 പറയുമ്പോൾ 14 ചെയ്ത് നോക്കണേ. നമുക്ക് എത്ര വരും, 7 5 7 14. ഓക്കെ, 250 എന്ന് വരും അല്ലെ. നമുക്ക് എത്ര വരും, 250. 7 14 1 15. ഓക്കെ, 750 കിലോ എന്ന് കിട്ടും അല്ലെ. ഇനി ഇതൊക്കെ തന്നിട്ട് വാട്ട് ഉണ്ട് അല്ലെ, നമുക്ക് പവർ ഉണ്ട്, നമ്മളുടെ വർക്ക് ഉണ്ട്, അതുപോലെ നമ്മുടെ മാസ് ഉണ്ട്, പിന്നെ എന്താണ്, നമുക്ക് ജി നമുക്ക് തന്നിട്ടുണ്ട് 10. ഭാഗ്യമാണ് 10 എന്നൊക്കെ തന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മള്, 9.8 ഒക്കെ ചെയ്യുമ്പോൾ ആകെ പ്രശ്നമാവും അല്ലെ, തെറ്റിപ്പോവും. സിമ്പിൾ അല്ലേ. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കറിയാം വർക്ക് = mgh ആണ്. സംശയം ഉണ്ടോ? ഒരു സംശയമില്ലല്ലോ. വർക്ക് = mgh. സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ W = mgh ആണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 15 കഴിഞ്ഞിട്ട് 150 കിലോ ജൂൾ. അപ്പൊ പറയുമ്പോ ഇത്രയും ജൂള് = m × g × h. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും H കണ്ടുപിടിക്കാം. H = എന്ത് ചെയ്താൽ മക്കളെ, Hന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. നമുക്ക് ഈക്വൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഇൻഡു ആയിട്ടല്ലേ കിടക്കുന്നത്, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ അത് ഡിവൈഡഡ് ആകും. അപ്പൊ W/mg എന്ന് വരും. അപ്പൊ W/mg ചെയ്തവിടെ. അപ്പൊ W എന്ന് പറയുമ്പോൾ 150 കഴിഞ്ഞിട്ട് 1 2 3 ഇത്രയും 0 ഡിവൈഡഡ് ബൈ m എന്ന് പറയുമ്പോൾ എത്രയാണ്, 250 മാസം അല്ലെ. ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ 10. അപ്പം എത്ര വരും, 150 ഡിവൈഡഡ് ബൈ 250 0 ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ബാക്കി ചെയ്ത് നോക്കണം. 1500/25 വരുമ്പോൾ എത്ര വരും, ഇതിലെത്ര 25 വരടാ, 6 അല്ലെ. അപ്പൊ 60 മീറ്റർ ആണ് ആ പ്ലാറ്റ്ഫോമിൽ അയാൾ നിൽക്കുക അല്ലെ. ആ ഒരു തറനിരപ്പിൽ നിന്നും അയാള് ഉയർന്നു നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറയുമ്പോൾ 60 മീറ്റർ എന്ന് ആലോചിച്ച് നോക്കണം. എത്ര റിസ്ക് ആണ് ആ ജോലി എന്നുള്ളത് അല്ലെ.
അലയ്ക്കാൻ വയ്യ. ഓക്കെ, റെഡി. അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സെറ്റ് ആണല്ലോ. ഇതിൽ നമുക്ക് സാധാരണ നമ്മളോട് ഹൈറ്റും മാസും ഒക്കെ തന്നിട്ട് വർക്ക് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ വർക്ക് തന്നിട്ട് ട്വിസ്റ്റായി ചോദിച്ചിരിക്കുന്നത് ഇതും ചോദിക്കും നമ്മളോട് അല്ലെ. ഓക്കെ, നെക്സ്റ്റ്. ഒരേ മാസുള്ള 2 കാറുകളും ഇരട്ടി മാസുള്ള ഒരു ലോറിയും നേർദിശയിൽ പോകുന്ന ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, മലയാളം ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. മലയാളം മാത്രം വായിക്കുമ്പോൾ മലയാളം മീഡിയം കുട്ടികൾ വിചാരിക്കും ടീച്ചർ മലയാളം മീഡിയം കുട്ടികളുടെ ആളാണ്, ഇംഗ്ലീഷ് വായിക്കും വരുന്നത് ഇംഗ്ലീഷിന്. അപ്പൊ രണ്ടും കൂടി വായിക്കുകയാണ്. In the figure 6.14 shows 2 cars of the same mass and a lorry of double the mass moving along a straight road. Observe the figure and answer the following questions. നോക്കണം മക്കളെ, നോക്കണം. ഒരേ മാസുള്ള ഈ 2 കാറുകൾക്ക് ഒരേ മാസാണ് കേട്ടോ. ഈ ലോറിന്റെ അവസ്ഥ എന്താ? ഈ കാറിന്റെ മാസിന്റെ ഇരട്ടിയാണ് ലോറി. അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, അവരുടെ വെലോസിറ്റികളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 25, 20, 25. ക്വസ്റ്റ്യൻ ഇതാണ്. Will the kinetic energy of both the cars be same and justify your answer? 2 കാറുകളുടെയും ഗതികോർജം സെയിം ആയിരിക്കോ? 2 കാറുകളുടെയും കൈനറ്റിക് എനർജി സെയിം ആവും? കണ്ടാൽ അറിഞ്ഞൂടെ. കൈനറ്റിക് എനർജി പറഞ്ഞാൽ ½ mv². ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരിനെയാണ്? വെലോസിറ്റി ആണ് അല്ലെ. വെലോസിറ്റി, ഇവർ രണ്ടുപേരുടെയും വെലോസിറ്റി സെയിം ആണ്. ഒന്നിന് 20, ഒന്നിന് 25. അപ്പൊ രണ്ടിനും കൈനറ്റിക് എനർജി സെയിം ഒരിക്കലും ആവില്ല. ഒരിക്കലും. മാസൊക്കെ സെയിം ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ വെലോസിറ്റി ഡിഫറെന്റ് ആയില്ലേ. സോ രണ്ടിന്റെയും കൈനറ്റിക് എനർജി ഡിഫറെന്റ് ആയിരിക്കും, കാരണം രണ്ടിന്റെയും വെലോസിറ്റി ഡിഫറെന്റ് ആണ്, പ്രവേഗം ഡിഫറെന്റ് ആയതുകൊണ്ട്. നെക്സ്റ്റ്, ലോറിയുടെയും മുന്നിലുള്ള കാറിന്റെയും ഗതികോർജം തുല്യമാണോ? എന്തുകൊണ്ട് മക്കളെ? ഈ ലോറിയുടെയും ഈ കാറിന്റെയും ഗതികോർജം തുല്യമാണ്. ചില കുട്ടികൾ തുല്യമാണോ എഴുതി കൊടുക്കും. കാരണം എന്താ? എന്റെ മോന് രണ്ടിനെയും സ്പീഡ് സെയിം ആണ്. പക്ഷെ അങ്ങനെയല്ല. എങ്ങനെയാടാ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? ½ mv² ആണല്ലോ. എങ്ങനെയാ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? ½ mv². ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. അപ്പോൾ v സെയിം ആണ് അല്ലെ. ഈ ഭാഗം രണ്ടിനും സെയിം ആണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ലോറിന്റെ മാസ് ആണോ കാറിന്റെ മാസ്? അല്ല. മാസിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടിന്റെയും കൈനറ്റിക് എനർജി അതായത് ഗതികോർജം ഒരിക്കലും സെയിം ആവില്ല. നെക്സ്റ്റ്, പിറകിലുള്ള കാറിന്റെ മാസ് 1800 കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ ഗതികോർജം കണക്കാക്കുക. പിറകിലുള്ള കാറിന്റെ മാസ് തന്നിരിക്കുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ കൈനറ്റിക് എനർജി ഗതികോർജം. EK എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ EK is equal to ½ mv². അതായത് ½ into m എന്ന് പറയുമ്പോൾ 1800 into v എന്ന് പറയുമ്പോൾ എത്രയാടാ? ഇവിടെ തന്നിട്ടുണ്ട് 20 ആണ് അല്ലെ. സോറി 20 ആണ്. പുറകിലുള്ള കാറാണ്, അത് 20 ആണ്. സോ 20ന്റെ സ്ക്വയർ എടുക്കണം അല്ലെ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം 1/2 into 1800 into എത്ര വരും? 400 എന്ന് വരും അല്ലെ. 400. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് കിട്ടും. 18 into 2 36. എത്ര 0 ഉണ്ട്? 1, 2, 3, 4 ഇത്രയും ജൂൾ അല്ലേ. ഇത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക. എത്ര സിമ്പിളാ. ചെയ്ത് നോക്കൂ കേട്ടോ. സിമ്പിൾ ആണ്. അതൊക്കെ വളരെ സിമ്പിൾ. അതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ. നെക്സ്റ്റ്, എന്റെ മോനെ അടിപൊളി ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രക്കും സിമ്പിൾ. ഇത് എന്തായാലും നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അടിപൊളി ചോദ്യം. അത്രക്കും അടിപൊളിയാ. ചെയ്ത് നോക്കിയാലോ? സെറ്റ് അല്ലേ? റെഡി. സോ മക്കൾ നോക്കാം. അതായത് ഊർജ സംരക്ഷണ നിയമം, എനർജി കൺസർവേഷൻ ആണ് അല്ലെ പറയാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഒരു തെങ്ങിൽ നിന്നും ഒരു തേങ്ങ വീഴുന്ന കേസാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാറ്. നമുക്കറിയാം ഈ ഹൈറ്റിൽ ഇരിക്കുന്ന, ഒരു മിനിറ്റാണ് ഞാൻ തേങ്ങ എടുക്കട്ടെ. ഈ ഹൈറ്റിൽ ഇരിക്കുന്ന ഇതാണ് നമ്മളുടെ തെങ്ങ്. സോറി, എന്താ നമ്മുടെ തെങ്ങ്. ഓക്കെ, തെങ്ങിലിരിക്കുന്ന തെങ്ങല്ല അല്ലെ. ഓക്കെ, തെങ്ങിലിരിക്കുന്ന തേങ്ങയ്ക്ക് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് അല്ലെ. ഇതിൽ ഈ സമയത്ത് ഇത് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണടാ? മാക്സിമം ആണ്. ഞാനതൊരു 100 ആയിട്ട് എടുക്കാറുണ്ടോ? മാക്സിമം ആണ്. ആ സമയത്തുള്ള അതിന്റെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? ആ തേങ്ങ അനങ്ങുന്നുണ്ടോ ഉയരത്തിലിരിക്കുമ്പോ? ഇല്ല. അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. 0 ആയിരിക്കും. സെറ്റ് ആണല്ലോ. ഇനി തേങ്ങ താഴേക്ക് വീഴാന്ന് വിചാരിച്ചോളൂ. ഈ തേങ്ങയെ ഞാൻ താഴേക്ക് ഇടുമ്പോൾ എന്ത് ചെയ്യും? ആ തേങ്ങന്റെ ഉയരം കുറഞ്ഞു വരും അല്ലെ. ഉയരം കുറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താകും? പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും അല്ലെ. അപ്പൊ 100 99 ആകും, 98, 97 അങ്ങനെ കുറഞ്ഞ് താഴേക്ക് എത്തുമ്പോൾ എത്ര ആയിട്ടുണ്ടാകും? അത് 0 ആയിട്ടുണ്ടാകും അല്ലെ. പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും അല്ലെ. 50 ആണെങ്കിൽ 49, 48 അങ്ങനെ കുറഞ്ഞു അല്ലെ. കുറഞ്ഞിട്ട് വരും. സെറ്റ് ആണല്ലോ.
ready. ഇനി താഴേക്ക് വീഴുമ്പോൾ കൈനറ്റിക് എനർജിന്റെ അവസ്ഥ എന്താ? കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഉണ്ടാവുക? വെലോസിറ്റി ഉണ്ടാകുമ്പോൾ മാത്രം കിട്ടുന്നതാണ് കൈനറ്റിക് എനർജി. അപ്പൊ താഴേക്ക് വീഴുമ്പോൾ നമുക്കറിയാം, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിന്റെ വെലോസിറ്റി കുറവിൽ നിന്നും കൂടുതലിലേക്ക് കൂടി 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 വരും അല്ലെ? അപ്പൊ താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ കൈനറ്റിക് എനർജി 0-ൽ നിന്നും കൂടി കൂടി മാക്സിമം ആയിട്ട് മാറും. അപ്പൊ ഇവിടെ 0 ആയിരുന്നെങ്കിൽ വീഴുമ്പോഴേക്കും 1, 2 അങ്ങനെ കൈനറ്റിക് എനർജി കിട്ടി 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 ടോപ്പ് അല്ലെ, അങ്ങനെ കിട്ടി കിട്ടി 50 ആവുന്നു, 51, 52 അങ്ങനെ കൂട്ടി 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 താഴെ എത്തുമ്പോഴേക്കും അത് 100 ആയിട്ട് മാറിയിട്ടുണ്ടാകും. എത്ര ആയിട്ടുണ്ടാകും? 100 ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് എനർജി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുകളിലുള്ളപ്പോൾ ആ തേങ്ങയ്ക്ക് ഉണ്ടാകുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജ്ജമായിരുന്നു. എന്നാൽ താഴെ എത്തിയപ്പോഴുള്ളത് എന്തായിട്ടുണ്ട്? അതിന് കൈനറ്റിക് എനർജി മാക്സിമം ആയിട്ടുണ്ട് അല്ലെ? നോക്കാം, താഴെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്, പക്ഷെ മുകളിൽ കൈനറ്റിക് എനർജി 0. താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, മുകളിലോ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ് അല്ലെ? നോക്കണേ, സെറ്റ് ആണല്ലോ. കൈനറ്റിക് എനർജി കൂടി, താഴെ എത്തുമ്പോൾ കൂടി, മുകളിലെത്തുമ്പോൾ കുറഞ്ഞ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അപ്പൊ സെറ്റ് ആക്കുക. കാര്യം മനസ്സിലായി. മുകളിലുള്ള എനർജി താഴെ എത്തിയപ്പോഴേക്കും മാറിപ്പോയി അല്ലെ? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഊർജ്ജത്തെ നമുക്ക് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. പക്ഷെ എനർജി നമ്മൾ ഒരിക്കലും നശിപ്പിക്കില്ല. അതായത് ഒരിക്കലും നമ്മൾ നശിപ്പിക്കുന്നില്ല എന്നുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ എനർജി ഈസ് കൺസേർവ്ഡ് എവറി ടൈം. അതായത് നിങ്ങൾ നോക്കുക, എല്ലാ പോയിന്റിലും നമ്മൾ എനർജി ടോട്ടൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ എത്ര എനർജി? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ 100 + 0 100. ഇനി അടുത്ത പോയിന്റ് 99 ആണ്, മറ്റേ 1 ആണ്. അപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ 100. ഇനി അടുത്ത 98 ആണ്, അടുത്ത 2 ആണ്. ടോട്ടൽ എടുക്കുമ്പോൾ 100. 97 ആണ്, 3 ആണ്. ടോട്ടൽ എടുക്കുമ്പോൾ 100. എവിടെ ഏത് പോയിന്റിലും നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും അതായത് ടോട്ടൽ എനർജി എടുക്കുന്ന സമയത്ത് എല്ലായിടത്തും എത്രയാണ്? 100. 50, 100. ഇനി 51, 49, 100. എല്ലായിടത്തും എനർജി ഈസ് കൺസേർവ്ഡ്, ബട്ട് എനർജി ഈസ് ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്, പക്ഷെ ടോട്ടൽ എടുക്കുമ്പോൾ എനർജി ഈസ് കൺസേർവ്ഡ്. ആൻഡ് ദിസ് ഈസ് ഓൾ അബൌട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലൊക്കെ നമ്മളിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അല്ലേ ടൈം ഭയങ്കരമായിട്ട് കൂടിപ്പോകും, അതുകൊണ്ടാണ് കുറച്ച് ചുരുക്കിയത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഇതാണ്. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കുക. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു സ്ഥാനമാണ് എ. ഓക്കെ, നിശ്ചലാവസ്ഥയിലുള്ള പന്ത് എയിൽ നിന്നും സ്വതന്ത്രമായിട്ട് നമ്മൾ താഴേക്ക് പതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 ഘട്ടങ്ങളാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ സംഭവം തന്നെ ഇടാ. നോക്കൂ, 100 ആവുന്ന കേസ്, 50 ആവുന്ന കേസ്, 0 ആവുന്ന കേസ് ഒക്കെ നമ്മളും പറഞ്ഞില്ലേ, അതുപോലെ അത് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ എയില് സ്ഥിതികോർജം, ഇപ്പം തേങ്ങന്റെ പകരം ബോൾ ആണെന്ന് മാത്രം. എയിലുള്ള സ്ഥിതികോർജം, ഇനി ഇംഗ്ലീഷ് കാണിച്ചു തരാം. എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളതാണ് കേട്ടോ മക്കളെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നമുക്ക് ഒരു വാല്യൂ എഴുതാൻ പറ്റില്ല. നമ്മൾ മാക്സിമം എന്നൊക്കെ എഴുതി കൊടുത്താൽ ആൻസർ തെറ്റിപ്പോകും. കാരണം എന്താണെന്നറിയോ, ഇവിടെ നോക്കണേ, നിങ്ങൾ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമുക്കൊരു ഒറ്റ കാര്യം അറിയാം, എല്ലാ സമയത്തും ഇനി ഏതൊരു പോയിന്റിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ എടുക്കുന്ന സമയത്ത് എനർജി സെയിം ആയിരിക്കണം, ടോട്ടൽ സെയിം ആവണം. അപ്പൊ ഇവിടെ നോക്കുക, ബിയിൽ നമുക്ക് എന്തൊക്കെയോ വാല്യൂ തന്നിട്ടുണ്ട്. 12ഉം 8ഉം. ടോട്ടൽ എടുക്കുമ്പോൾ എത്ര വരണം? ടോട്ടൽ എത്ര വരണം? 20. ടോട്ടൽ 20. അത് ഇവിടെയും ടോട്ടൽ എത്ര വരണം? 20. എല്ലാ പോയിന്റിലും ടോട്ടൽ എത്ര വരണം? നമ്മൾ 100 എടുത്ത പോലെ ഇവിടെ 20 ആണ്. സെറ്റാന്ന് വിചാരിക്കുന്നു. സോ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, ഒരു ബോൾ മാക്സിമം ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ, അത് അനങ്ങാതെ മുകളിൽ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത്, താഴേക്ക് ഇട്ടിട്ടില്ല, ആ സമയത്താണ് കേട്ടോ. ആ സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അതെന്ന് പറഞ്ഞാല് മാക്സിമം അതായത് 20 ആയിരിക്കും. ആ സമയത്തുള്ള കൈനറ്റിക് എനർജി അനങ്ങുന്നുണ്ടോ? ഇല്ല. തേങ്ങ മുകളിൽ ഇരിക്കുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ടോ? ഇല്ല, കാരണം വെലോസിറ്റി ഇല്ല, അത് 0 ആയിരിക്കും. നെക്സ്റ്റ്, താഴെ എത്തുമ്പോൾ എന്തായിട്ടുണ്ടാകും? കൈനറ്റിക് എനർജി മാക്സിമം ആയിട്ടുണ്ടാവും അല്ലെ? വെലോസിറ്റി കൂടി 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 വരിക ചെയ്യുക, മാക്സിമം ആവും. പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ടുണ്ടാകും? 0 ആയിട്ടുണ്ടാവും. ഈ ഒരു രീതി മനസ്സിലായി വിചാരിക്കുന്നു. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് എ? 0. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ? 20. വാട്ട് ഈസ് എ ടോട്ടൽ എനർജി അറ്റ് എ? അത് എത്രയാണ്? 20 ജൂൾ. വാട്ട് ഈസ് എ കൈനറ്റിക് എനർജി അറ്റ് സി? സിയിലുള്ള കൈനറ്റിക് എനർജി 20. വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി? 0. വാട്ട് ഈസ് എ ടോട്ടൽ എനർജി അറ്റ് സി? 20.
മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് ഈ ഒരു കേസ് പറഞ്ഞതുകൊണ്ട് തന്നെ, അതായത് നമ്മളുടെ ഈ ഒരു മരത്തിന്റെ കേസ് പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ്, നിർമ്മാണ വസ്തുക്കൾ കെട്ടിടത്തിന്റെ മുകളിൽ എത്തിക്കുന്ന ഒരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ചിട്ട് 50 കിലോ വീതം മാസുള്ള 5 ചാക്ക് സിമെന്റുകൾ 16 സെക്കൻഡ് സമയം കൊണ്ട് 8 മീറ്റർ ഉയരത്തിലേക്ക് എത്തിക്കുന്നു. കൺവെയർ ബെൽറ്റിന്റെ മോട്ടറിലെ പവർ കണക്കാക്കുക. പവർ കണക്കാക്കാൻ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? ഇതൊക്കെ നമ്മളോട് ചോദിക്കണം അല്ലേ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, ചോദ്യം എന്താണ്? പവർ കണ്ടുപിടിക്കണം. പവർ എങ്ങനെ കണ്ടുപിടിക്കുക? വർക്ക് ബൈ ടൈം. ഏകദേശം ഇപ്പൊ നിങ്ങൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആവുന്നു കേട്ടോ. പവർ വർക്ക് ബൈ ടൈം. എന്തിന്റെ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കണേ. നിർമ്മാണ വസ്തുക്കൾ കെട്ടിടത്തിന്റെ മുകളിൽ എത്തിക്കുന്ന കൺവെയർ ബെൽറ്റ് അല്ലെ, നമ്മള് ഏറ്റവും ടോപ്പില് സാധനങ്ങളൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ 80 സ്റ്റെപ്പ് ഒക്കെ കയറി കൊണ്ടുപോകും അല്ല, നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ ബെൽറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സാധനത്തെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും അല്ലെ. ഓക്കെ, ഉപയോഗിച്ചിട്ട് 50 കിലോ വീതം മാസുള്ള 5 ചാക്ക് സിമെന്റ് എന്ത് ചെയ്യണം? 16 സെക്കൻഡ് കൊണ്ട് 8 മീറ്റർ ഉയരത്തിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നമ്മൾ കയറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൺവെയർ ബെൽറ്റിൽ നമ്മളൊരു മോട്ടർ ഉപയോഗിക്കും അല്ലെ, മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ആ മോട്ടറിന്റെ പവർ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് സിമ്പിളാ, സിമ്പിൾ അല്ലേ? ആണ്. വർക്ക് ബൈ ടൈം ചെയ്താൽ പോരെ. W/T. W എത്രയാണ്? W ഉയർത്തുകയാണ്. സിമെന്റിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഉയർത്താണ് അല്ലെ. അപ്പൊ ഒരു ചാക്ക് സിമെന്റിന് ഉയർത്താൻ വേണ്ടി 5 ചാക്ക് ഉയർത്തുന്നുണ്ട്. ഒരു ചാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രവൃത്തി കണ്ടുപിടിച്ചൂടെ? W = mgh. സെറ്റാണല്ലോ? mgh. m എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 50 കിലോ ആണ് അല്ലെ. ജി എത്രയാണ്? 10 ആണ്. ഹൈറ്റ് എത്രയാണ്? 8. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 400 അല്ലെ. 5 8 4 അപ്പൊ 4000 ജൂളാണ് ഒരു ചാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വർക്ക് എന്ന് പറയും. അപ്പൊ 5 ചാക്ക് ഉണ്ട് വിചാരിച്ചോ. 5 ചാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5 × 4000 ജൂള്. 4000 ജൂൾ. അപ്പൊ എത്ര വരും? 5 × 4 എത്ര വരും? 4 20. അപ്പൊ 20.00. ഇത്രയും ജൂളാണ് 5 ചാക്കിന് വേണ്ടി നമ്മൾ എടുക്കുന്ന വർക്ക്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പവർ കണ്ടെത്തിക്കൂടെ? അപ്പൊ പവർ എന്ത് വരും? പവർ വർക്ക് ബൈ ടൈം. അപ്പൊ എത്ര പേരടാ? നമുക്ക് എത്ര കിട്ടിയല്ലോ? 20 അല്ലെ. 20,000 ഡിവൈഡഡ് ബൈ സമയം 16 സെക്കൻഡ് ആണ്. സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എത്ര പേരടാ? എത്ര വരും ചെയ്ത് നോക്കണം. എത്ര വരും? 1250 വാട്ടാണ് ആ കൺവെയർ ബെൽറ്റിന്റെ മോട്ടറിന്റെ പവർ എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ബാബുവും രാജുവും കൂടി വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ 15 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ എത്തിച്ചിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ബാബുവും രാജുവുമാണ് അല്ലെ. അവർ ഉയരത്തിലുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം വർക്ക് കണ്ടുപിടിക്കാൻ mgh. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് അതൊക്കെയാണ് വരേണ്ടത് കേട്ടോ. ഓക്കെ, ചോദ്യം എന്തൊക്കെയാണ്? ഇവരിൽ കൂടുതൽ വർക്ക് ചെയ്തത് ആര് എന്നുള്ളതാണ്. എന്തൊക്കെ തന്നിരിക്കുന്നത്? ഭാരം. ഇംഗ്ലീഷ് മീഡിയം നോക്കാം നമുക്ക്. യെസ്, വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലെ. വാട്ട് ഇസ് വെയിറ്റ്? വെയിറ്റ് എന്ന് പറയുമ്പോൾ mg ആണ്. അതപ്പോൾ നമുക്ക് കത്തണം കേട്ടോ. ഹൈറ്റ് എത്രയാണ്? 15 മീറ്റർ ആണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. സിമ്പിൾ ആണല്ലോ. ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്? ആദ്യം നമുക്ക് ബാബു ചെയ്ത വർക്ക് കണ്ടുപിടിക്കാം. ബാബു ചെയ്ത വർക്ക് എങ്ങനെ കാണാം? mgh. mg എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 600. ഹൈറ്റ് എത്രയാണ്? 15. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9000 ജൂൾ എന്ന് കിട്ടും അല്ലെ. ഇനി നെക്സ്റ്റ് രാജുവിന്റെ വർക്ക് കണ്ടെത്താം. അതും mgh ആണല്ലോ. അതായത് mg എന്ന് പറയുമ്പോൾ 400 × 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6000 ജൂള്. സെറ്റ് ആണല്ലോ. അപ്പൊ ആരാണ് കൂടുതൽ വർക്ക് ചെയ്തത്? അത് ബാബു ആണ്. അടുത്ത ചോദ്യമാണ്. ഇവര് രണ്ടാളും ഇവരില് ഒരാൾ പറയാണ് ഇഫ് ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ബാബു ഹാസ് മോർ പവർ. ബാബുവിന് കൂടുതൽ പവർ ഉണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾ അതിനോട് യോജിക്കുവോ എന്നുള്ളതാണ്. യോജിക്കും. യെസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്തുകൊണ്ട് യോജിക്കുന്നില്ല, എന്തുകൊണ്ട് യോജിക്കും എന്നുള്ളത് പറയണം. അവിടെ ഒന്നും ഉണ്ടാകാൻ നിൽക്കരുത്. എന്ത് ആൻസർ കാണിച്ചു കൊടുക്കുക. ഓക്കെ, സോ ബി ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് രണ്ടുപേരുടെയും പവർ കണ്ടുപിടിക്കാം. പവർ എങ്ങനെ കണ്ടുപിടിക്കാം? പവർ = വർക്ക് ബൈ ടൈം. ആദ്യം നമുക്ക് ബാബുവിന്റെ പവർ കണ്ടുപിടിക്കാം അല്ലെ. ബാബുവിനാണല്ലോ വർക്ക് കൂടുതൽ. അപ്പൊ ആദ്യം അവനെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാബുവിന്റെ പവർ വർക്ക് ബൈ ടൈം, അതായത് 9000 ഡിവൈഡഡ് ബൈ ബാബു എടുത്ത സമയം എത്രയാണ്? 300 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ 300. പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് എത്ര വരും?
30 വാട്ടാണ് ബാബുവിന്റെ പവർ. ഇനി നമുക്ക് രാജുവിന്റെ പവർ കണ്ടെത്തിയാലോ? പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. അതായത് 6000 ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? 200 സെക്കൻഡ്. സോ 200 കട്ട് ചെയ്യുമ്പോൾ 60/2. അഗൈൻ വി ഗോട്ട് 30 വാട്ട്. സോ ഫ്രം ദിസ് വി കൻ അണ്ടർസ്റ്റാൻഡ് ഇവർ രണ്ടുപേർക്കും ഉള്ളത് സെയിം പവർ ആണ്, 30 വാട്ടാണ്. അപ്പൊ പിന്നെ വെറുതെ ഒരു ഓപ്ഷൻ നമ്മൾ ഉണ്ടാവും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ രാജുവിനാണ് കൂടുതൽ, ബാബുവിനാണ് കൂടുതൽ, എന്തെങ്കിലും ഒരു ആൻസർ എഴുതിയേക്കും അല്ലെ. വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, ആൻസർ വേറെ ആണ് അല്ലെ. ഓക്കെ റെഡി. നെക്സ്റ്റ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. 15ാമത്തെ ചോദ്യമാണ്. വസ്തുവിൽ പ്രയോഗിച്ചിരിക്കുന്ന ബലവും വസ്തുവിനായിട്ടുള്ള സ്ഥാനാന്തരവും നമുക്ക് തന്നിട്ടുണ്ട്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റുമുള്ള ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രാഫിൽ നിന്നും വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്തണം. അതായത് ഈ ഒരു ഗ്രാഫിൽ നിന്നും വസ്തുവിൽ പ്രയോഗിക്കുന്ന ഫോഴ്സിന്റെ അളവ്, ഫോഴ്സ് എത്രയാ? ഫോഴ്സ് എല്ലായിടത്തും സെയിമാ. സോ ഫോഴ്സ് 6 ന്യൂട്ടൺ ആണ് അല്ലെ. സിമ്പിൾ ആണല്ലോ. 6 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ. ബലം പ്രയോഗിച്ചത് മൂലം വസ്തുവിനുണ്ടാകുന്ന പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ് ഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതുക. പരമാവധി അതായത് സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഏതാ ഉണ്ടായിട്ടുള്ളത്? സ്ഥാനം 0.1, 0.2, 0.3, 0.4. ഓക്കെ, മാക്സിമം ഉള്ളത് 0.4 ആണ് അല്ലെ. 0.4 ആണ്. അതൊക്കെ സിമ്പിൾ, 1ാം ക്ലാസ് കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യം. നെക്സ്റ്റ്, ഗ്രാഫ് ഉപയോഗിച്ച് പ്രവൃത്തിയുടെ അളവ് കണ്ടെത്ത. പഠിച്ചോനെ, ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഒരു ഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തണം? വർക്ക്, വാല്യൂ പോലും ഇല്ല, വർക്ക് കണ്ടെത്തണം അല്ലെ. അപ്പോൾ ചോദ്യം എന്തൊക്കെയുണ്ട്? ഗ്രാഫിന്റെ താഴെയുള്ള ഭാഗത്തെ പരപ്പളവ് കണ്ടെത്തി നോക്കൂ, ഇത് പ്രവൃത്തിയുടെ അളവിന് തുല്യമല്ലേ എന്ന് നോക്കൂ എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫിൽ നിന്നും നമ്മൾ ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? മനസ്സിലാക്കിക്കോ, വർക്ക് കിട്ടും, പ്രവൃത്തി കിട്ടും. നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെ കണ്ടെത്തിയാൽ ഇത് കിട്ടും, ഇങ്ങനെ കണ്ടെത്തിയാൽ ഇത് കിട്ടും. അതുപോലെയാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഉള്ള ഒരു ഗ്രാഫിൽ നിന്നും ഏരിയ കണ്ടെത്തിയാൽ യു വിൽ ഗെറ്റ് ദ വർക്ക് ഡൺ. അതായത് അവിടെയുള്ള പ്രവൃത്തി കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെയുള്ള വർക്ക് നമുക്ക് കണ്ടെത്താം. ഫോഴ്സ് എത്രയാണ്? 6 ആണ്. എത്രയാണ് അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ്? 0.4 ആണ്. അപ്പൊ ഇത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ താഴെ അങ്ങോട്ട് കമന്റ് ചെയ്യട്ടെ, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്ലാസ് എക്സ്ക്ലൂസീവ്ലി ആർക്കാന്ന് ഞാൻ പറഞ്ഞു തരാം, നിഞ്ച ബാച്ചിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി നമ്മുടെ ആപ്പിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഓരോട് ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ പുറത്തുള്ള കുട്ടികൾക്കും അത് കാണാൻ പറ്റുമല്ലോ എന്നുള്ളത്. സോ ഒന്നും കൂടെ പറയാണ്, നമ്മുടെ നിഞ്ച ബാച്ചിനെ കുറിച്ചിട്ട് ഓൾറെഡി അറിയാം. നമ്മുടെ ബാച്ചിലൊക്കെ ക്ലാസ്സസ് ഒക്കെ നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ബാച്ചിലെ കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിഞ്ച ബാച്ചിലെ കുട്ടികളാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ബോക്സിൽ പുട്ട് ചെയ്യാൻ മറക്കണ്ട, നിക്ഷേപിക്കാൻ മറക്കണ്ട, ഇടാൻ മറക്കണ്ട കേട്ടോ. അതിന്റെ കൂടെ ഇതിന്റെ ആൻസറും കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഉറപ്പാണ് കേട്ടോ, ഉറപ്പാണ്, ഞാൻ നോക്കും. ഇനി അല്ല പുറത്തുള്ള കുട്ടികളാണ് കാണുന്നതെങ്കിൽ ഒരു റെഡ് ഹാർട്ടും കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.